ഓം നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഓം മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം പത്മപുരാണത്തിലുള്ള 6 അധ്യായങ്ങളിലെ ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം പറയാം. ഭക്തിദേവിക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവാൻ അതിനു വേണ്ടിയിട്ട് നാരദൻ ശ്രമിക്കുന്നു. സനകാദി മഹർഷിമാർ ഈ ആനന്ദതടം എന്ന ആ സ്ഥലത്ത് വെച്ചിട്ട്, ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഭാഗവത മാഹാത്മ്യം അതിനുശേഷം സപ്താഹമായിട്ട് ഭാഗവത പാരായണം ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ, അവിടെ ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള സാന്നിധ്യം. അതിനുശേഷം എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എവിടെയാണോ ഭാഗവതം പാരായണം ചെയ്യുന്നത് അവിടെയൊക്കെ സാന്നിധ്യം തരണം എന്ന് പ്രാർത്ഥിച്ചു. ആ രംഗത്തെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നോക്കാം. 3-ാമത്തെ അധ്യായം മുതൽ പറയണു. ശ്രീനാരദൻ സനകാദി മഹർഷിമാരോട് പറയാണ്, ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ള ആ ഭാഗവതം, ആ ജ്ഞാനയജ്ഞം 7 ദിവസം കൊണ്ട് പരീക്ഷത്തിനെ കേൾപ്പിച്ചത്, അത് നമുക്കും എവിടെ വെച്ചിട്ടാണ് കേൾക്കേണ്ടത്? അവിടെ ഗംഗാതീരത്ത് വെച്ചിട്ടാണല്ലോ ഉണ്ടായത്. ഇവിടെ നമ്മൾ എവിടെയായിരിക്കേണ്ടത് എന്ന് ചോദിച്ചു. എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? വിധി എന്തൊക്കെയാണ്? അപ്പോൾ സനകാദി മഹർഷിമാർ പറഞ്ഞു, ഹരിദ്വാരത്തിൽ വെച്ച് ആനന്ദതടം എന്ന അവിടെ ഹരി എന്നും അവിടെ വസിക്കുന്നുണ്ട്. ദേവന്മാർ, ഋഷികൾ, സിദ്ധന്മാർ എല്ലാവരും അവിടെ സ്ഥിരമായിട്ട് വരും. ഒരു വൈരമില്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു മണൽത്തിട്ടയുണ്ട്. ആ സരസിൽ സ്വർണ്ണ താമരകൾ ധാരാളമുണ്ട്. ഹരിലീല അവിടെ നന്നായിട്ട് പറയാൻ സാധിക്കും. ശാന്തമാണ്, ഏകാന്തമായിട്ടുള്ള സ്ഥലമാണ്. ധാരാളം ജനങ്ങളുണ്ട്, ഏകാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥലം ധാരാളം ജനങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ ഈ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടായതുകൊണ്ട് കോലാഹലമില്ല, ചീത്തകളൊന്നുമില്ല, നെഗറ്റീവ്സ് ഇല്ല. അതാണ് അവിടെ ഭാഗവതം പറഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എത്തും, ഓജസ്സോട് കൂടിയിട്ട് തന്നെ എത്തും. നമുക്കത് നടത്താം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സൂതൻ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ് സനകാദി മഹർഷിമാർ നാരദനും വേഗം തന്നെ ഈ ഹരിദ്വാരത്തിലെത്തി. അവർക്കൊക്കെ നിമിഷ നേരമല്ലേ വേണ്ടു അവിടെ എത്താനായിട്ട്. മനോവേഗത്തിൽ അവിടെ എത്താൻ പറ്റും. അങ്ങനെ എത്തി. അപ്പോൾ ലോകം മുഴുവൻ ഇതറിഞ്ഞു. അപ്പോൾ എല്ലാവരും സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തി. സ്വരൂപം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ പോലെയുള്ള രൂപമല്ല. അത് ഏറ്റവും ചെറുതായിട്ടുള്ള സൂക്ഷ്മ രൂപമാണ്. സൂക്ഷ്മം വെച്ചാൽ കാണാനൊന്നും പറ്റില്ല, അദൃശ്യരായിട്ട് അവിടെ വന്നിരിക്കും. ഇപ്പോൾ വേദങ്ങളുണ്ട്, ഈ പുരാണങ്ങളുണ്ട്, ഗ്രന്ഥങ്ങൾ മുഴുവൻ, അതുപോലെ പാർഷദന്മാർ മുഴുവൻ, ഭഗവാന്റേതായിട്ടുള്ള എല്ലാവരും അവിടെ എത്തിയെന്ന. അതായത് സസ്യജാലങ്ങൾ, ഈ 14 ലോകങ്ങൾ, ഭൂമിദേവി ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വന്നു. ഇവിടെ ഭാഗവതം പറയാൻ പോവുകയാണേ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വിഷ്ണു കഥ കേൾക്കണം. അങ്ങനെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഔദ്യോഗികമായിട്ട് തന്നെ ഇങ്ങനെ ഭാഗവത സപ്താഹം നടത്തുന്നുണ്ട്, സനകാദി മഹർഷിമാരാണ് ചെയ്യണത്, എല്ലാവരും വരണം എന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പും കൊടുത്തു. ക്ഷണിച്ച് വരുത്തണമെന്നാണ്. അപ്പോൾ ചിലവരിങ്ങനെ മടിച്ചു അത്രേ. അപ്പോൾ അവരെ ഭൃഗു കൊണ്ടുപോയിട്ട് അവിടെ ചെന്നു കൂട്ടിക്കൊണു. മഹാഋഷികളൊക്കെ അനവധി ഭക്തന്മാരോട് കൂടിയിട്ട്, ശിഷ്യന്മാരോട് കൂടിയിട്ട് എല്ലാവരും എത്തി അവിടെ. അങ്ങനെയാണ് അതൊരു തീർത്ഥക്ഷേത്രമായിട്ട് മാറി. സ്വതവേ തന്നെയാണ്, അല്ലായിട്ടല്ല. എന്നാലും അവിടെ ഒരു വലിയ നിറസാന്നിധ്യം കാണാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും സൂക്ഷ്മരൂപികളായിട്ടാണ്. എന്നാൽ ഋഷിമാരവരൊക്കെ ഇല്ലേ, സദസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി അവിടെ ഇരിക്കാൻ സ്ഥലം പോരാ, അത്ര തിക്ക. എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ഉണ്ടെന്നർത്ഥം. അപ്പോൾ ആരാ മുഖ്യ ശ്രോതാക്കൾ വേണ്ടത്, ആരാ വക്താവ് വേണ്ടത് എന്നുള്ളത് ചർച്ചയൊന്നും വേണ്ടി വന്നില്ല എന്നർത്ഥം. സനകാദി മഹർഷിമാർ, ആചാര്യന്മാർ, ശ്രീനാരദ മഹർഷി മുഖ്യ ശ്രോതാവ്,
അങ്ങനെ എല്ലാവരും വിഷ്ണു ദീക്ഷ എടുത്തു. ഇതൊക്കെ പ്രധാനമാണ്. എല്ലാവരും വിഷ്ണു ദീക്ഷ എടുക്കണം, എന്നിട്ട് വേണം ഭാഗവതം പറയാനായിട്ട്. അതേപോലെ ഭാഗവതം കേൾക്കാനായിട്ടും അങ്ങനെ തന്നെ. എല്ലാവരും നമശബ്ദം, ജയശബ്ദം, അതേപോലെ ഇതിന് അലങ്കാരങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടുള്ള മാൻ പവർ അത് കൊടുക്കണം. ദേഹം കൊണ്ടും ധനം കൊണ്ടും വസ്തുക്കളെ കൊണ്ടും സഹകരണത്തെ കൊണ്ടും ഇതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യണമെന്നാണ്. ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് സപ്താഹങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ മറ്റും ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അത് കണക്കാക്കണ്ട. അത് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുകയോ പറയുകയോ വേണ്ട. ഇതിൻ്റെ നടത്തിപ്പ് എത്രത്തോളം ഭംഗിയാക്കി നടത്താൻ പറ്റുമോ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഓരോരുത്തരും കണക്കാക്കിയാൽ ആ യജ്ഞങ്ങൾ കേമാവും. ചിലവർ അവിടെ വന്ന് ഇരിക്കുക, കേൾക്കുക, അത്ര മാത്രമേ വേണ്ടൂ. അത് കാരണം അവർക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഇപ്പോൾ ധനാദി കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളവർ വേറെ ഒന്നും ചെയ്യണ്ട, അവരവിടെ വന്നിരുന്ന് കേട്ടാൽ മതി. കേൾക്കുമ്പോൾ സശ്രദ്ധം കേൾക്കണം. ഒരു തരത്തിലും അവരിൽ നിന്ന് മറ്റൊരു ഉപദ്രവം ഒരാൾക്കും ഉണ്ടാവരുത്, മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്. അങ്ങനെ സർവ്വ അലങ്കൃതമായിട്ടുള്ള ആ വേദി, അതുപോലെ സദസ്സ് ഒക്കെ, പിന്നെ ആഹാരാദികൾ, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയല്ലേ. ഇതൊക്കെ ഇവർക്ക് സൂക്ഷ്മരൂപികളാകൊണ്ട് വേണ്ട, പക്ഷേ നമുക്കതൊക്കെ വേണം. ഇങ്ങനെ ആ സജ്ജീകരണം കഴിഞ്ഞപ്പോൾ ആ സനകാദി മഹർഷിമാർ ഭാഗവത മഹിമ നന്നായിട്ട് പറഞ്ഞു. ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ തന്നെ മുക്തി കിട്ടും. പിന്നെ എപ്പോഴാ എന്നുള്ള സംശയം വേണ്ട. സദാസേവ്യ സദാസേവ്യ, അതാണ്. ഹൃദയത്തിൽ ഭഗവാൻ അങ്ങോട്ട് കയറിയിരിക്കും ഭക്തിയോട് കൂടിയിട്ട്. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഈ 18 പുരാണങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും എല്ലാറ്റിൻ്റെയും വേദത്തിൻ്റെയും ഒക്കെ സാരമായതുകൊണ്ട് അത് അത്രയും പ്രാധാന്യമുണ്ട്. ഭഗവാൻ തന്നെ പ്രത്യക്ഷ കൃഷ്ണയേവഹി ആണ്. ഭഗവാൻ ഇതിലേക്ക് ലയിച്ചിട്ടുണ്ട്. ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. അതൊക്കെ ശ്രീശുക ബ്രഹ്മർഷിയാൽ ഇതിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രന്ഥത്തിന് 18,000 ശ്ലോകം അല്ലെങ്കിൽ 18,000 ഗ്രന്ഥം, 335 അധ്യായം, 12 സ്കന്ധങ്ങൾ. അങ്ങനെയാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി ഈ പരീക്ഷത്തിന് ഭാഗവതം കേൾപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെയാണ് വ്യാസൻ അതിനെ ചിട്ടപ്പെടുത്തിയത്. കേട്ട് കഴിഞ്ഞാൽ എല്ലാ പാപവും തീരും, കർമ്മവാസന പോലും തീരും, സംസാരം കടക്കാം. അപ്പോൾ മറ്റ് പുരാണങ്ങളൊക്കെ സ്വതേ കുറേശ്ശെ ഭ്രമിപ്പിക്കും എന്നാണ്. ഭാഗവതം ഭ്രമിപ്പിക്കില്ല. അതാണ്. നിത്യപാരായണമുള്ള ഗ്രഹങ്ങളിൽ, അതേപോലെ ഇത് സ്ഥിരമായിട്ട് പൂജിക്കുക, ദാനം ചെയ്യുക, ഇങ്ങനെയുള്ള നിത്യദാനങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് ഭഗവത് ഉപാസന ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഈ ഭഗവാന്റെ നിറസാന്നിധ്യം ഉണ്ടാവും. അവിടെ പാപം വരില്ല. അശ്വമേധം, വാജപേയം തുടങ്ങിയിട്ടുള്ള യാഗത്തിനേക്കാൾ 100 ഇരട്ടി ഫലമാണ് ഭാഗവതം സ്ഥിരമായിട്ട് പാരായണം ചെയ്താൽ. മറ്റ് ദേവാലയങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. അത്രയ്ക്കുണ്ട് ഭാഗവതത്തിൻ്റെ മഹിമ. ഇത് കേട്ടാൽ പിന്നെ ജന്മമില്ല. ഈ തീർത്ഥയാത്ര തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേക്കാൾ കൂടുതൽ ഫലമാണ് ഭാഗവതം സ്ഥിരമായിട്ട് കേട്ടാൽ മതി, വായിച്ചാൽ മതി. പക്ഷേ അറിയണ ഭാഷയിൽ വായിക്കണം. മറ്റേതിന് എത്രത്തോളം ഫലം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അത് പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവണം. മനസ്സിലായാലാണ് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ. മറ്റേതിങ്ങനെ വായിക്കും, അത്രയേ ഉള്ളൂ. അത് പോരാ. അറിയണ ഭാഷ ഏതായാലും വേണ്ടില്ല, ഇംഗ്ലീഷോ ഫ്രഞ്ചോ മറ്റേ മലയാളമോ ഏതായാലും വേണ്ടില്ല, അറിയണ ഭാഷയിൽ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിത്യം ഒരു അധ്യായം വായിക്കുക, ഒരു 10-12 ശ്ലോകമെങ്കിലും വായിക്കുക. അത് സംസ്കൃതം വായിക്കാം, മൂലം വായിക്കുക, ഒപ്പം മറ്റേ അറിയാവുന്ന ഭാഷയിൽ വായിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ശ്രദ്ധ, ഭാഗവതം മുഴുവൻ മനസ്സിലാവണം എന്നുള്ള രീതിയിലുള്ള ശ്രദ്ധ. അതിപ്പോൾ ഒരു തവണയാണ് മനസ്സിലായിച്ചാൽ പിന്നെ വയ്ക്കരുത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 18,000 ശ്ലോകം ഒരു ദിവസം കൊണ്ട് വായിച്ചാൽ തീരില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് വായിക്കുക എന്നൊരു നിയമം വയ്ക്കുക. അത് ഒരു തവണ പൂർത്തിയായിച്ചാൽ അടുത്ത ആദ്യം തുടങ്ങുക, അത്രയേ വേണ്ടൂ. മാഹാത്മ്യം തൊട്ട് അതിൻ്റെ മുഴുവനായിട്ട്. കാരണം ഇതിന് അത്രയും പ്രാധാന്യമുണ്ട്. ശബ്ദബ്രഹ്മമായിട്ടുള്ള ഓങ്കാരം, വേദങ്ങൾ, പുരുഷ സൂക്തം തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാഗവത വേദസൂക്തങ്ങൾ എന്നർത്ഥം. അതാണ്. പിന്നെ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷര മൂലമന്ത്രം, പ്രയാഗ തൊട്ടുള്ള തീർത്ഥക്ഷേത്രങ്ങൾ, കാലം, ബ്രാഹ്മണൻ, അഗ്നിഹോത്രം, കാമധേനു, ഏകാദശി വ്രതം,
ദ്വാദശിയ പാരണ വീടുന്നത്. അതേപോലെ തുളസി, വസന്തം എന്ന ഋതു, ഭഗവാൻ, ഭാഗവതം, ഇതൊക്കെ തുല്യമാണ്. അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. അതാണ്. അപ്പോൾ അതുകൊണ്ട് അർത്ഥം അറിഞ്ഞിട്ട് നിത്യം പഠിക്കണം. കോടി ജന്മ പാപങ്ങൾ തീരും. ഗംഗ, ഗീത, ഗായത്രി, ഗോമാതാവ്, ഗോവിന്ദൻ, ഈ 5 ഗകാരങ്ങൾ സ്ഥിരമായിട്ട് സങ്കല്പിക്കണമെന്നാണ്. അപ്പോൾ അതിൽ ഗോവിന്ദനെ സ്മരിക്കുന്നതാണ് ഭാഗവതം. അന്ത്യകാലത്ത് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ വൈകുണ്ഠം ഉറപ്പാണ്. ഗ്രന്ഥം ദാനം ചെയ്ത് കഴിഞ്ഞാൽ സായുജ്യം ഉറപ്പാണ്. ഇത് ഒട്ടും കേൾക്കാഞ്ഞാൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചാലും ചണ്ടാളിൻ്റെ പോലെയാണ്. അമ്മയ്ക്ക് വെറുതെ ഒരു പേറ്റുനോവ് ഉണ്ടാക്കി എന്നല്ലാണ്ട് ഒരു ഗുണമില്ല. ആ പാപാത്മാവ് ഈ ഭൂമിക്ക് ഭാരം തന്നെ. അതാണ് ഈ ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞത്. അപ്പോൾ കോടി ജന്മം അതിൽ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ, അതുകൊണ്ട് മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണ്. ഇവിടെ അവസരം ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. സപ്താഹം മതി എന്ന് പറയുകയാണ്. കാരണം കലികാലത്തിൽ അങ്ങനെയാണ്, തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 7 ദിവസം കൊണ്ട് കേട്ടാൽ മതി എന്ന് സനകാദി മഹർഷിമാർ അതിനെ വിധിച്ചു. കാരണം ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഒരു വല്ലാത്ത വിമ്മിഷ്ടം ഉണ്ടാവും. ഇത് കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് അന്തരീക്ഷത്തിൽ നിന്ന് വരിക, നമുക്കറിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരും. 7 ദിവസം കൊണ്ടാകുമ്പോൾ അതിൽ മാത്രം അതവിടെ തീരണമല്ലോ വിചാരിച്ചിട്ട് അതിലൊരു ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിലും അത് ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. അതുപോലെ തന്നെ അറിയാവുന്ന ഭാഷയിൽ കേൾക്കും വേണം. അപ്പോഴേ ഉള്ളിൽ ഉറക്കുള്ളൂ. മനോജയത്തിന്, മനഃശുദ്ധിക്ക് ഇത് 7 ദിവസം കൊണ്ട് കേട്ടോളൂ. തപസ് കൊണ്ട് കിട്ടാത്തത് ഭാഗവതം കൊണ്ട് കിട്ടും. ഈ ഭാഗവത പാരായണം തന്നെ ഒരു തപസ്സാണ്. അപ്പോൾ അതിൻ്റെ പുണ്യം അവനവന് മാത്രമല്ല കുടുംബത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്ന, പരമ്പരയ്ക്ക് മരിച്ചു പോയവർക്കും കിട്ടും, ഇനി വരാനുള്ളവർക്കും കിട്ടും. ഇങ്ങനെ എല്ലാവർക്കും ഗതി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ശൗനകാദി മഹർഷിമാർ പറഞ്ഞു, അപ്പോൾ ഏറ്റവും കൂടുതൽ മുക്തിയാണല്ലോ ആഗ്രഹിക്കുക, ആ പരമശ്രേയസ്, അതിന് ഭാഗവതം മതി. അതിപ്പോൾ ഋഷിമാരായാലും യോഗികളായാലും അവരൊക്കെ ഈ ഭാഗവതത്തിൽ ശ്രദ്ധയുള്ളവരാണ്. ഗർഗമഹർഷിയൊക്കെ അവിടെ ഇരുന്നിട്ട് ഭാഗവതത്തെ സ്മരിക്കണം. ഗർഗഭാഗവതം എഴുതി അത് പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിന് ശേഷം പറയുന്നുണ്ട് ഭാഗവതം വായിക്കണം കേട്ടോ എന്ന്. അത്ര ശ്രേഷ്ഠത ഉണ്ട് ഈ ഭാഗവതത്തിന്. ഗർഗഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ശ്രീകൃഷ്ണ ലീല. എന്നിട്ടും പറയുകയാണ് ഭാഗവതം വായിക്കണമെന്ന്. അപ്പോൾ എത്ര മഹത്വമുണ്ട് ഭാഗവതത്തിന്. ശ്രീകൃഷ്ണൻ മറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഉദ്ധവൻ അവിടെ ചെന്നിട്ട് ഉദ്ധവോപദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഭക്തരെ എങ്ങനെയാണ് രക്ഷപ്പെടുക, അങ്ങ് പോവരുത് പറഞ്ഞു. ഞാൻ പോവാതിരിക്കുക എങ്ങനെയാണ്, അല്ല കലിയുഗമാണ് പറയണത്, ജനങ്ങൾക്കൊന്നും കൂട്ടിയാൽ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് പോവരുത്, ജനങ്ങൾ വല്ലാണ്ട് ചീത്തയാവില്ലേ, എല്ലാവരും ചീത്തയാവും, അപ്പോൾ ഭൂമിക്ക് ഭാരം എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക, അങ്ങ് ഇപ്പോൾ ഭൂഭാരം തീർത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആരാ ഇവരെ രക്ഷിക്കുക, അങ്ങ് പോവരുത്. അപ്പോൾ ഈ സകല സ്വരൂപം അങ്ങ് മറക്കരുത് എന്നാണ് പറഞ്ഞത്. അത് പറ്റില്ലല്ലോ, സകല സ്വരൂപം മറക്കാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം, ഇവിടെ ഭഗവാന് പോവേണ്ട സമയം കഴിഞ്ഞു, അപ്പോൾ ഭഗവാൻ പോയില്ല. എന്താ ചെയ്ത്, ഭാഗവതത്തിലേക്കാണ് മറിയാണ്ടായി, ഭക്തരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ ഈ ഭഗവാനും ഉദ്ധവനും ഒരേപോലെ ഈ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണല്ലോ ചെയ്തത്. എന്നിട്ട് ആ ഭാഗവതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ആശ്രയിച്ചില്ല വെച്ചാൽ, ഈ പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഈ ഭഗവാനെ നമ്മൾ കേൾക്കുക, തൊടുക, നമസ്കരിക്കുക, ദാനം ചെയ്യുക, സ്ഥിരമായിട്ട് ഉപാസന ചെയ്യുക, യജ്ഞമായിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ വീട്ടിലായാലും അമ്പലത്തിലായാലും ഒരു തവണയെങ്കിലും അത് കേട്ടു എന്ന് ഉറപ്പ് വരുത്തുക, നടത്തി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ദ്വന്ദ്വം കിടക്കാം, മുക്തി കിട്ടും. ഇങ്ങനെ സനകാദി മഹർഷിമാർ ഭാഗവതത്തിൻ്റെ മഹിമ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്സുകരായിട്ടിരിക്കുക. ആ സമയത്താണ് ഭക്തി, ദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളും പാട്ടൊക്കെ പാടിയിട്ട് വരികയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഈ നാമശബ്ദം കേട്ടുകൊണ്ട്
എല്ലാവരും എവിടേക്കാ ശബ്ദം കേട്ടതെന്ന് വിചാരിച്ച് നോക്കുക. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടാണ് വരണത്. അപ്പോൾ അവിടെ ഭൂമിയിൽ സ്ഥലമൊന്നുമില്ല, അപ്പോൾ ആകാശത്താണ്. അങ്ങനെ വന്നു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. എല്ലാവരും ഒരു ലേശം സ്ഥലം കൊടുത്തു. അങ്ങനെ അവിടെ സ്ഥലമൊന്നുമില്ല കേട്ടോ, അത്ര തിക്ക. അപ്പോൾ ഭക്തി പറഞ്ഞു, ഞാൻ ഈ കലിയുഗ പ്രഭാവം കൊണ്ട് ഞങ്ങളുടേതായ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോഴാണ് ഈ ഭാഗവതത്തിൻ്റെ മഹിമ സനകാദി മഹർഷിമാർ പറഞ്ഞത്. ഇപ്പോഴാണ് ഞങ്ങൾക്കിത് കഷ്ടിച്ചിങ്ങനെ നടക്കാറായത്. ഞങ്ങളിപ്പോൾ ഇതാ ഇതിവിടെ എത്തിയിരിക്കണു. ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഇരിക്കാനൊരു സ്ഥലം ഇവിടെ കാണാനില്ല, മൊത്തം നിറഞ്ഞിരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ സനകാദി മഹർഷിമാർ പറഞ്ഞു, എല്ലാ വിഷ്ണു ഭക്തന്മാരുടെയും ഹൃദയത്തിലേക്ക് നിറഞ്ഞങ്ങോട്ടിരുന്നോളൂ. അവരെ ഇനി കലി ബാധിക്കരുത്. ഭക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്കാണ് കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു. അവരെ ഇനി യമം കൊണ്ടുവരുത് കേട്ടോ. ഈ കഥ ഭാഗവതം കേൾക്കാല ഒരു താല്പര്യം വേണം. അങ്ങനെ എല്ലാവർക്കും കൃഷ്ണനിലും ഭക്തിയിലും, ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതത്തിലും എപ്പോഴും ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കാൻ തരാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേദി. എല്ലാവരും ആ നാമം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ശൗനകാദി മഹർഷിമാർ സൂതനിൽ നിന്ന് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഹരിതാത്തിലേക്ക് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാൻ പോലും അവിടെ ദിവ്യ രൂപനായിട്ട് അവിടെ വന്നിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. ആർക്കും ഒപ്പം മനസ്സിലായതുമില്ല. ഭക്തി എവിടെയുള്ള വെച്ചാൽ ഭഗവാൻ അവിടെ ഉണ്ടാവേ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തിയാണ്ട് കയറിയപ്പോൾ ഉദ്ധവൻ തൊട്ടുള്ള എല്ലാവരും അവിടെ മറഞ്ഞ് ആർക്കും കാണില്ല. അങ്ങനെ ഗൂഢദേഹം സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തി. എല്ലാവരും നമശബ്ദം ജയശബ്ദം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവത് കഥകളിങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും വീട് വിട്ടു. വീടും ബന്ധുക്കളെയും ഒക്കെ വിട്ടു. എല്ലാവരും അവിടെ എത്തിയപ്പോൾ ഒരു സത്സംഗം അവിടെ വലിയൊരു കഥയിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ലൗകികത മുഴുവനെ വിട്ടു. എല്ലാവരും ഈ രജസ്തമോ ഗുണങ്ങൾ വിട്ടു. മൂഢരല്ലാണ്ടേ, ഘോരന്മാരല്ലാണ്ടേ ശാന്തരായി. എന്നിട്ട് ഭാഗവതം കേൾക്കാൻ വേണ്ടി നിൽക്കുക. അവിടെ തിര്യക് ജാതികൾ, പക്ഷി, പുല്ല്, പശു എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാ. ചിത്തശുദ്ധിക്ക് ഹരികഥ കേട്ടാൽ മതി എന്നുള്ളത് സനകാദി മഹർഷിമാർ പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ ഈ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിയെന്നാ. ഇവിടെ ഇരുന്നിട്ട് നമ്മളിവിടെ ഇരിക്കണം, പക്ഷേ പണ്ട് കാലം നമ്മുടെ ജീവൻ അവിടെ എത്തി. അങ്ങനെയാണ്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എല്ലാവരും അവിടെ എത്തി. അങ്ങനെ ഈ പുരാണം കേൾക്കുക. അഭി നവമായിട്ടുള്ള ഈ പുരാണത്തെ ഉപനിഷത്ത് എന്ന രീതിയിലാണ് കേട്ടതേ. ഭഗവാന്റെ ഒപ്പം കണ്ടിരിക്കുക, ഭാഗവതത്തിൻ്റെ ഒപ്പം കണ്ടിരിക്കുക, ഗുരുവിൻ്റെ ഒപ്പം കണ്ടിരിക്കുക. ഭക്തന്മാരുണ്ട്, സജ്ജനങ്ങളാണ്, സാധുക്കൾ. അതുകൊണ്ട് അവരുടെ ഒപ്പം അങ്ങോട്ട് ഇരിക്കുക. എന്താ കാരണം? പ്രേതങ്ങൾക്ക് കൂടി മുക്തി കിട്ടും ഈ ഭാഗവതം കേട്ടാലേ. അനാദി നിധനോധാന്ത ശംഖുചക്രഗദാധര അമോഘ പുണ്ടരീകാക്ഷ പ്രേതമുക്തി പ്രദോ ഭവ. എല്ലാവരുടെ മനസ്സിലും കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാവും ഈ പ്രശ്നങ്ങളെ. ഗതി കിട്ടാത്ത മുത്തശ്ശന്മാർ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ അറിയില്ല, ശരീരം കൂടി കിട്ടിയിട്ടുണ്ടാവില്ല, അത്ര അങ്ങനെയാണ്. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സനകാദി മഹർഷിമാർ പറയുകയാണ്, ഇത്രയും അവർക്ക് കാണാൻ തരായി. അവർക്ക് എത്ര സൂക്ഷ്മരൂപിയായിട്ട് വന്നാലും അവർക്കൊക്കെ കാണാൻ തരാവും. പക്ഷേ ബാക്കിയുള്ളവർക്ക്, സജ്ജനങ്ങൾക്ക്, അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, അവർക്ക് സാധാരണക്കാരല്ലേ, അവർക്കൊന്നും കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സനകാദി മഹർഷിമാർ പറയുന്ന കഥയെ. ദുരാചാരിയായാലും നിഷിദ്ധരായാലും കുടിലന്മാരായാലും അല്ലെങ്കിൽ എത്ര ചീത്ത ആൾക്കാരായാലും ഈ കാമക്രോധാദികൾ ലോഭികൾ ദേഹമോഹികളായാലും അവരൊക്കെ ഈ ഭാഗവതം കേട്ടാൽ ശുദ്ധരാവും കേട്ടോ. ഇനി എന്തൊക്കെ ഹിംസയായാലും ബ്രഹ്മഹത്യാഭാവം തന്നെ ഉണ്ടെങ്കിലും സദാ മത്സരിക്കുന്ന രീതിയിലാണെങ്കിലും കള്ളന്മാരായാലും അവരൊക്കെ ശുദ്ധാവും കേട്ടോ. ചതിയും വഞ്ചനയും ഈ പാപങ്ങളും ഒക്കെ ചെയ്യണവരും ദേവൻ്റെയും ബ്രാഹ്മണൻ്റെയും ഒക്കെ സ്വത്ത് കക്കുന്നവരും കട്ടവരും അവരൊക്കെ ശുദ്ധരാവും കേട്ടോ. പക്ഷേ എന്തുണ്ട്, അത്രയും
ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം കേട്ടോ, മനനം ചെയ്യണം കേട്ടോ. മനസാ വചസാ കർമ്മണ, ഈ 3 തരത്തിൽപ്പെട്ട പ്രവർത്തികളിലൂടെ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമാവും കേട്ടോ. ദുഷ്ടരായാലും അജ്ഞാനിയായാലും മന്ദബുദ്ധിയായാലും രോഗിയായാലും നീ ദരിദ്രരായാലും സന്താനഹീനന്മാരായാലും അവരൊക്കെ ശുദ്ധരാവും. ഉദാഹരണത്തിനൊരു കഥയുണ്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പ്രേതമുക്തി കഥ. തുംഗഭദ്ര തടത്തിൽ ആത്മദേവൻ എന്നുള്ളൊരു ബ്രാഹ്മണൻ, ധനികനാണ്, സാത്വികനാണ്, അതിസുന്ദരിയായിട്ടുള്ള ഭാര്യ. അതോ കുറച്ചൊരു പാപവാസന ഉള്ള കൂട്ടത്തിലാണ്. കുറച്ച് ക്രൂരയാണ്, വായാടിയാണ്, ലോഭിയാണ്, ദേഹമോഹിയാണ്, കുട്ടികളില്ല, ദാനം ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ദാനം, യാഗം, പൂജ ഒന്നും ചെയ്യില്ല. ആ സ്ത്രീക്ക് ഇതൊന്നും ആവശ്യമില്ല, അങ്ങനെയാണ്. പക്ഷേ ഈ ആത്മദേവൻ അങ്ങനെയല്ല. എപ്പോഴും സന്താനം ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ, ലോകം നന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ധാരാളം ബ്രാഹ്മണ വൃത്തികളൊക്കെ ചെയ്തു. അദ്ദേഹം തൻ്റെ സ്വത്തിൻ്റെ പകുതി ദാനം ചെയ്യുന്നതാണ്. ദാനം, യാഗം, പൂജ, അങ്ങനെ എല്ലാം വ്രതങ്ങളൊക്കെ നോറ്റും കൊണ്ട് തൻ്റെ സ്വത്തിൻ്റെ പകുതി അത് മുഴുവൻ ചിലവാക്കി. എന്നിട്ടൊന്നും കുട്ടികളുണ്ടായില്ല. അപ്പോൾ ആത്മദേവന് കുറച്ചൊരു വൈരാഗ്യം വന്നു, മടുത്തു. മരിക്കാൻ നിശ്ചയിച്ച് നേരെ കാട്ടിലേക്കാണ് പോയി. വാനപ്രസ്ഥവും സന്യാസവും മരണവും എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പോയി. വെള്ളം മാത്രമേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. ഒരു പ്രായോപവേശം പോലെ തന്നെ. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പോഴാണ് ഒരു യതിയെ കണ്ടു യാദൃശികമായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ വളരെയധികം ദുഃഖിതനാണ് ഈ ബ്രാഹ്മണനെ. അപ്പോൾ യതിക്കൊരു വല്ലാത്ത വിഷമം. എന്തിനാ ബ്രാഹ്മണൻ അങ്ങനെ ദുഃഖിക്കണത്? ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ ഇവരൊക്കെ സന്തോഷിച്ചില്ലാച്ചാലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാവം വരിക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, അതന്നെയാണ് എൻ്റെ കുഴപ്പം. എനിക്ക് സന്താനമില്ല. സന്താനമില്ല എന്ന് മാത്രമല്ല, ഞാൻ നട്ട ഒരു ചെടി മുളക്കില്ല, എൻ്റെ തൊഴുത്തിലൊരു പശു പ്രസവിക്കില്ല, ഞാൻ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞു. എന്തിനാ ജീവിക്കണത്? ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു പഴം തിന്നാൻ നിർത്തിയില്ല, ഞാൻ വെച്ചാൽ പഴം ചീഞ്ഞു പോകും, അല്ലെങ്കിൽ പഴുക്കില്ല. അത്ര ഭാഗ്യമില്ലാത്തൊരവസ്ഥയാണ്. ആ യതിയുടെ സന്യാസിന് മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞു, മനസ്സ് മുഴുവനെ അങ്ങോട്ട് തുറന്നു, ഒരു ഓപ്പൺ മൈൻഡഡായി. പരിഹാരം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യതി ഈ ബ്രാഹ്മണൻ്റെ ജാതകം വായിച്ചു, ആത്മദേവൻ്റെ ജാതകം ഒന്ന് വായിച്ചു. അതൊക്കെ കാണുകയേ വേണ്ടേ, അല്ലാണ്ട് നമ്മൾ ജാതകക്കുറി, തലക്കുറിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേഗം കാര്യം മനസ്സിലായി. മഹാബ്രാഹ്മണനാ, അങ്ങേക്ക് 7 ജന്മം കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് ഇതൊരു കർമ്മഗതിയാണേ. സന്താനം വേണ്ട, ദുഃഖം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കോളൂ, സന്യസിച്ചോളൂ, അങ്ങ് മരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കുട്ടികൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സഗരൻ്റെ കാര്യങ്ങൾ, ചിത്രകേതുവിൻ്റെ കഥ ഒക്കെ പറഞ്ഞു കൊടുത്തു. അവരൊക്കെ സന്തതി ഉണ്ടായിട്ട് ദുഃഖിച്ചവരാ. ഇപ്പോൾ ധൃതരാഷ്ട്രമൊക്കെ അങ്ങനെയല്ലേ, ഇത് സന്തതി ഉണ്ടായതുകൊണ്ടാണ് ദുഃഖിച്ചതേ. അതാ രസം. ധൃതരാഷ്ട്രക്കും കൂടി ആ ദുഃഖം എന്താണെന്ന് മനസ്സിലായതുമില്ല, അതാ രസം. ശരിക്ക് ദ്രോണർ അശ്വത്ഥാമാവിനെ കൊണ്ട് ദുഃഖിക്കാണ്ടായതേ. അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പോൾ അങ്ങിപ്പോൾ 7 ജന്മത്തിൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ വക ജ്ഞാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങേക്ക് നല്ല ജ്ഞാനമുണ്ട്, എല്ലാ കഴിവുമുണ്ട്. അങ്ങയുടെ ഈ ജ്ഞാനവും കഴിവും ഉപയോഗിച്ചിട്ട് എനിക്കൊരു പുത്രനെ തരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ദുഃഖം കൊണ്ട് അങ്ങയുടെ മുന്നിലിപ്പോൾ മരിക്കും, ഉറപ്പാണ്. പൗത്രന്മാർ ഇങ്ങനെയൊക്കെ കിട്ടിയാലാണ് ഗൃഹസ്ഥന് സുഖം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. കുറച്ചൊരു വാശി പിടിക്കാണ്ടായി. അപ്പോൾ യതി പറഞ്ഞു, തലയിലെഴുത്താർക്കും മാറ്റാൻ സാധിക്കില്ല. ചിത്രകേതു ശ്രമിച്ചു നോക്കി, പക്ഷേ വിധി മറ്റൊന്നാണ് ഉണ്ടായത്. അപ്പോൾ ബലം അതുകൊണ്ട് നേടിയിട്ടുള്ള പുത്രൻ, അതുകൊണ്ട് അത്ര സുഖം കിട്ടുമോ? നിശ്ചല. ഏതായാലും ഞാൻ സഹായിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഒരു പഴം ജപിച്ച് കൊടുത്തു, ഒരു മാങ്ങ. അങ്ങനെ വയ്ക്കുക, ഈ പഴം കഴിച്ചോളൂ. വ്രതസ്ഥനായിട്ട് ഇരിക്കണം, 2 പേരും വ്രതസ്ഥരാവണം കേട്ടോ. അങ്ങനെ ആയാൽ അങ്ങേക്ക് നല്ല പുത്രനെ കിട്ടും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് യതി മറഞ്ഞു. ഈ പഴം മേടിച്ചുകൊണ്ട് ആത്മദേവൻ നേരെ വീട്ടിലെത്തി. അങ്ങനെ പത്നിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫലമൊക്കെ കൊടുത്ത്
ആത്മദേവൻ എവിടേക്കോ പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ധുന്ധുരി എന്നായി ഭാര്യയുടെ പേര്. ചീത്ത മനസ്സാണ്. അപ്പോൾ സഖിമാരുണ്ട് അവിടെ. ഞാൻ ഈ പഴം കഴിക്കില്ല, പഴം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവും, വയറ് വീർക്കും, ശക്തി ക്ഷയിക്കും, കള്ളന്മാർ വന്നാൽ ഓടാൻ പോലും പറ്റില്ല, വല്ല വാഹനം വന്ന് ഇടിച്ചാൽ ഞാൻ വെയ്യാണ്ടാവും. ശുഗനെ പോലെ ഈ ഉള്ളിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു നിങ്ങൾ താഴത്തേക്ക് വരാൻ കൂട്ടാക്കാതെ കണ്ട്, പുറമേക്ക് വരാൻ കൂട്ടാതെ കണ്ട് ഇരുന്നാൽ 100 കൊല്ലം എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ മരിക്കും. കുട്ടി വിലങ്ങനെ ഇരുന്നാലും അപ്പളും മരിക്കും. അവസരം കിട്ടിയാൽ കക്കുന്നതായിട്ടുള്ള ഈ നാത്തൂന്മാർ വന്നിട്ട് ഞാൻ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഇതൊക്കെ കൊണ്ടുപോകും. നീ കുട്ടി ഉണ്ടായാലോ, കുട്ടിയെ നോക്കണ്ടേ, എന്തൊരു ക്ലേശ. കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവുക ശല്യ, കുട്ടി രോഗാവസ്ഥ ഉണ്ടാവും, കുളിപ്പിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ റിസ്ക്കാണ്. ഞാനില്ല, ഞാൻ പഴം കഴിക്കില്ല. സഖി അതൊക്കെ കേട്ടു. എന്താ അപ്പോൾ ഈ ആത്മദേവൻ്റെ ആ നല്ല മനസ്സും ഈ സ്ത്രീയുടെ ചീത്ത മനസ്സും കൂടിയിട്ട് സ്ത്രീ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഭർത്താവ് വന്ന് ചോദിച്ചു. ഭർത്താവ് പോയിട്ട് തിരിച്ചു വന്നു. പഴം കഴിച്ചോ ചോദിച്ചു. പഴം കഴിച്ചു പറഞ്ഞു. നുണയാണ് പറഞ്ഞതേ. ആത്മദേവൻ അതെന്നാ സത്യമാണോ അല്ലേ അത് പരീക്ഷിച്ചുമില്ല. എന്തായാലും ആ സമയത്താണ് ധുന്ധുരിയുടെ അനുജത്തി അവിടെ വന്നത്. അനുജത്തി ഗർഭിണിയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പെൺബുദ്ധിയാണല്ലോ പെൺബുദ്ധി. അപ്പോൾ ധുന്ധുരിയുടെ അനിയത്തി മഹാസൂത്രകാരിയാണ്, അനവധി കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ തരാം, എൻ്റെ ഭർത്താവിന് ദാരിദ്ര്യമാണ്, പണം കൊടുക്കുമോ ചോദിച്ചു. ആ പണം കൊടുക്കാമല്ലോ, എന്നാൽ ഞാൻ പ്രസവിച്ചാൽ കുട്ടി ഇവിടെ തരാം, എൻ്റെ കുട്ടി മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നെ മറ്റേ എഴുത്തി പ്രസവിച്ചില്ലല്ലോ, അപ്പോൾ പാലുണ്ടാവില്ല, ഞാൻ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ വരാം, അപ്പോഴും കുറേ പണം കൊടുത്താൽ മതി. എഴുത്തി ഒരു കാര്യം ചോളൂ, എന്തെങ്കിലും മറ്റേ ഒരുട്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് വയറ് വീർപ്പിച്ചതായിട്ട് കാണിച്ചോളൂ, നീ ഭർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണ്ട പ്രസവിക്കണ വരെ. ഇപ്പോൾ ഈ പഴം എന്താ ചെയ്യുക? പഴം അവിടെ തൊഴുത്തിൽ മച്ചി പശു നിൽക്കണില്ലേ, അതിന് കൊടുക്കുക, അപ്പോൾ അത് ഫലം ഉണ്ടോ എന്ന് കാണും ചെയ്യാലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ തീരുമാനമായി. അനിയത്തി പോയി ഈ പഴം പശുവിന് കൊടുത്തു. അങ്ങനെ സമയം വന്നു കഴിഞ്ഞപ്പോൾ അനിയത്തി പെറ്റു. ആ കുട്ടിയെ ഇവിടെ ആരും അറിയാതെ കൊണ്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ ധുന്ധുരി പറഞ്ഞു ഞാൻ പ്രസവിച്ചു, കുട്ടിയും കാണിച്ചു കൊടുത്തു. എൻ്റെ അനിയത്തി എന്ത് പറഞ്ഞു, അവിടെ പോയിട്ട് എൻ്റെ കുട്ടി മരിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ ഈ ആത്മദേവന് സന്തോഷമായി. കാരണം അനവധി കാലമായിട്ട് കുട്ടികളില്ല. അപ്പോഴാണ് അപ്പോൾ ഈ ഒരു സുഖം കിട്ടിയത്. അപ്പോൾ വലിയ സന്തോഷമായി. ജാതകർമാദികളൊക്കെ ചെയ്തു. വലിയ ആഘോഷമായിട്ട് തന്നെ ദാനങ്ങളൊക്കെ ധാരാളം ചെയ്തു. ധുന്ധുരി പറഞ്ഞു എൻ്റെ മുലയിൽ പാലില്ല, എന്താ ചെയ്യുക? അനിയത്തിയുടെ കുട്ടി പ്രസവിച്ചെന്നു അനിയത്തിയുടെ കുട്ടി മരിച്ചു അത്രേ. അപ്പം എന്നാൽ ആ പാല് ഈ കുട്ടിക്ക് കൊടുത്താൽ ശരിയാവുമോ? എന്തേലും പൈസ കൊടുക്കാമായിരുന്നു. അതിനെന്താ, കൊണ്ടുവന്നോളൂ. എന്നാൽ ആ കുട്ടി അനിയത്തിക്കും നന്നായി, നമ്മുടെ കുട്ടിക്ക് പാല് പോയി. എന്നാൽ ശരി, കൊണ്ടുവന്നോളൂ. കൊണ്ടുവന്നു. ആ അമ്മ മകന് പാല് കൊടുത്തു, കുറേ പൈസയും വാങ്ങി. ഈ ആത്മദേവനെ അറിഞ്ഞില്ല ഈ കള്ളത്തരൊന്നേ. അപ്പോൾ സ്വഭാവവും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാട്ടോ ഈ ഉണ്ണി വളരണതേ. എന്തിനു പറയുന്നു, ഈ ദോഷം കാരണം കൊണ്ട് നാട്ടുകാരെന്നെ ധുന്ധുകാരി എന്ന് പേരിട്ടുന്ന. ഏതായാലും ധുന്ധുകാരി എന്ന് ഈ ആത്മദേവൻ തൻ്റെ ഉണ്ണിക്ക് പേരിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് പശു പ്രസവിക്കണം. നല്ലൊരു ആൺകുട്ടി, നല്ല ചൈതന്യം. ഇപ്പോൾ ഈ ധുന്ധുകാരിനെ കണ്ടു കഴിഞ്ഞാൽ അത് വെളുപ്പൊക്കെ ഉണ്ടെന്ന് തന്നെയുള്ളൂ, ആളൊരു ശ്രീത്വം ഇല്ല. പക്ഷേ ഈ പശു പ്രസവിച്ച ആ ആൺകുട്ടിക്ക് നല്ല ശ്രീത്വം, ഈശ്വരൻ തന്നെയെന്ന് തോന്നുന്നു, അത്രയ്ക്കുണ്ട്. പശുവിൻ്റെ ചെവി മാത്രമുണ്ട്, ബാക്കിയൊക്കെ പുരുഷനെ പോലെ തന്നെ. അപ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. കാണാൻ വേണ്ടിയിട്ട് എന്തൊരു തിരക്കാ, ആൾക്കാർ വന്ന് കണ്ടു. ഇതെന്തോ അത് ദേവരഹസ്യമാണ്, ഇതാർക്കും അറിയില്ല. ഗോകർണൻ എന്ന് പേരിട്ടു ഈ ചെവി ഇങ്ങനെ ആയതുകൊണ്ട്. ആത്മദേവൻ്റെ സന്തോഷം എത്രയാണ് ചോദിച്ചാൽ ശരി കേട്ടോ. ജനങ്ങളും എല്ലാവരും സന്തോഷിച്ചു, കാരണം ഈ സാത്വികത ഇങ്ങോട്ട് എല്ലാവർക്കും കിട്ടി. അതുകൊണ്ടാണ് ധുന്ധുകാരി മഹാഖലനായിട്ടും ഗോകർണൻ വളരെ ജ്ഞാനിയായിട്ടും വളരുകയും ചെയ്തു. ജന്മനാ തന്നെ ജ്ഞാനിയാണ്, കാരണം യതി കൊടുത്ത ഫലത്തിൻ്റെ ഫലമാണ്. അതാണ്
ഗോകർണൻ സ്നാനം തൊട്ടുള്ള തേവാര എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. ദ്വന്ദ്വകാരി ക്രൂരനായിട്ട് ഹിംസ തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. കുട്ടികളെ വെള്ളത്തിൽ മുക്കി കൊല്ലുക, ഇങ്ങനെ ഇല്ല, വളരെ മോശമായിട്ടാണ് വളർന്നു. വേശ്യാസംഘം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആത്മദേവന് സങ്കടമായി. ഇയാൾ ഈ പണം നശിപ്പിച്ചിട്ട് ആകെ വിഷമം. എന്തൊക്കെ ചീത്തപ്പേരാ, ദ്രോഹങ്ങൾ എന്തൊക്കെയാ ആർക്കും അറിയില്ല, അത്ര മോശം. അപ്പോൾ ആത്മദേവൻ കരഞ്ഞു. അല്ലാണ്ട് എന്താ ചെയ്യുക? പുത്രൻ വേണ്ടായിരുന്നു, അയ്യതി പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ ഗോകർണൻ കേട്ടോ, അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താ ചെയ്യുക? ഗോകർണനെ ഒരു ദിവസം അടുത്തേക്ക് വിളിച്ചു, എൻ്റെ സ്വകാര്യമായിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുക? ഗോകർണൻ മഹാജ്ഞാനിയാണ്. അപ്പോൾ ഇത്രയും ജ്ഞാനമുള്ള ഒരാളോട് ചോദിക്കണോണ്ട് മകനാന്ന് വെച്ചാൽ അതൊന്നും സാരില്ല, ചോദിച്ചു. അപ്പോൾ ഗോകർണൻ ഒരു ഉപദേശം നന്നായിട്ട് തന്നെ, അച്ഛാ ഈ സംസാരം ദുഃഖമാണ്. ആരുടെ പുത്രൻ? അച്ഛൻ്റെ സ്വന്തമാണെന്ന് വിചാരിക്കണേ പുത്രൻ അച്ഛൻ്റെയാന്ന് വിചാരിക്കണ്ടോ അച്ഛൻ? ഈ ധനം ആരുടെയാ? എന്തിനാ അങ്ങനെ ആസക്തി? അതാണ് ആസക്തിയാണ് കേട്ടോ ദുഃഖത്തിന് കാരണം. ഇന്ദ്രനായാലും ഭൂമി മുഴുവൻ സ്വന്തമായിട്ടുള്ള ചക്രവർത്തി ആയാലും ദുഃഖിക്കുകയാണ് സദാസമയത്തും. പക്ഷേ ഒന്നുമില്ലാത്ത ഒരാൾക്കോ എപ്പോഴും സുഖമാണ്. അപ്പോൾ നിസ്വനാവുകയാണ് വേണ്ടത് കേട്ടോ, എന്നാൽ അച്ഛന് സുഖം കിട്ടും. അപ്പോൾ ഈ സന്താനാസക്തി അത് വേണ്ട, ഒഴിവായിക്കോളൂ. അച്ഛൻ സന്യസിച്ചോളൂ അന്ന് യതി പറഞ്ഞില്ലേ. അപ്പോൾ എന്നാൽ ഞാൻ വനത്ത് പോവാല്ലേ, എൻ്റെ ഈ സ്നേഹഭാഷ ഒന്ന് മുറിച്ച് തരുമോ ചോദിച്ചു. അച്ഛൻ്റെ ഈ ദുഃഖം ഗോകർണൻ തീർത്തു കൊടുത്തു. അപ്പോൾ അവിടെ ഭാഗവതം കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോഴേ, നമുക്കറിയില്ല. ഭാഗവതം വായിച്ചു എന്ന് പറഞ്ഞില്ല. ഏതായാലും ഈ കുടുംബാരാമനായിട്ട് ഈ പൊട്ടക്കിണറ്റിൽ കഴിയേണ്ട അച്ഛൻ പോയിക്കോളൂ കാട്ടിലേക്ക്, വാനപ്രസ്ഥം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച് മുക്തി നേടിക്കൊള്ളാൻ പറഞ്ഞു. ഗോകർണൻ അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ഈ ദേഹബോധം പോലും വിട്ട് തൻ്റേതായിട്ടുള്ള ഒക്കെ ഒഴിവാക്കി, അഹം മമ ഒക്കെ ഒഴിവാക്കി. ഈ ജഗത്തിനോട് ഒരു താല്പര്യമില്ല, അത് മിഥ്യയാണെന്ന് മനസ്സിലായി. വൈരാഗ്യം നേടി ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ലോകധർമ്മമൊക്കെ വിട്ടു. കാട്ടിൽ പോയിട്ട് ഭാഗവതം സ്വയമേവ ദശമം വായിച്ചു എന്നാ. ഭാഗവതം മുഴുവൻ വായിച്ചിട്ടുണ്ടാവും. സത്സംഗം നേടി. ധാരാളം ഋഷികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗുണദോഷ ചിന്ത വിട്ടു, ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു, കഥകളെ കേട്ടു, കഥകളെ പറഞ്ഞു, കഥകളെ സ്വീകരിച്ചു. ഇപ്പോൾ ഗോകർണൻ പറഞ്ഞു, ഈ ഭാഗവതത്തിൻ്റെ മഹിമ മുഴുവനെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ അച്ഛൻ മകൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് കാട്ടിൽ വെച്ചിട്ട് ദശമം വായിച്ച് മുക്തി നേടി എന്നാണ്. അപ്പോൾ അത്രയ്ക്കുണ്ട് ഈ ഭാഗവതത്തിൻ്റെ മഹിമ. അതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. എന്നാൽ നീ കുറച്ചും കൂടി കഥകൾ കേൾക്കണം. ഈ ആത്മദേവൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം ധുന്ധുരി എന്തൊക്കെയാണ് ചെയ്ത്, ഗോകർണൻ എന്തൊക്കെയാണ് ചെയ്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭാഗവതം ഉണ്ടായിട്ടുള്ള കഥ ആ സമയത്ത് പറയാം. ഗോകർണൻ ഭാഗവതം വായിച്ച ആ കഥ പറയാം. ആത്മദേവൻ ആത്മദേവൻ മുക്തി നേടി, ധുന്ധുകാരി മഹാപ്രേതായി, ആ കഥകളൊക്കെ പറയാൻ നിൽക്കുക. അത് നമുക്ക് അടുത്തേൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.